ചതിയിൽപ്പെടുത്തുക എന്ന് അർത്ഥം വരുന്ന ശൈലി ഏത്? നക്ഷത്രം എണ്ണിക്കുക, ചെണ്ട കൊട്ടിക്കുക, ഉണ്ടച്ചോറിൽ കല്ലിടുക, ഗണപതിക്ക് കുറിക്കുക. ചതിയിൽപ്പെടുത്തുക എന്ന അർത്ഥം വരുന്നത് ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചെണ്ട കൊട്ടിക്കുക. മനസാക്ഷി എന്ന പദം പിരിച്ചെഴുതിയാൽ മന പ്ലസ് സാക്ഷി, ഓപ്ഷൻ എ ആണ്. മനസാക്ഷി എന്ന് പിരിച്ചെഴുതുകയാണെങ്കിൽ ഓപ്ഷൻ എ അതുപോലെ പിരിച്ചെഴുതാം. ഓക്കെ. പഠിക്കാൻ മിടുക്കനായ കുട്ടിയാണ് ശ്രീഹരി. ഇതിൽ നാമവിശേഷണമായി വരുന്ന പദം ഏതാണ്? പഠിക്കാൻ മിടുക്കനായ കുട്ടിയാണ് ശ്രീഹരി. ഉത്തരം ഓപ്ഷൻ ബി, മിടുക്കനായ. പഠിക്കാൻ മിടുക്കനായ കുട്ടിയാണ് ശ്രീഹരി. ഇതിലെ നാമവിശേഷണം മിടുക്കനായ. താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് സമാനമായ വാക്യം ഏത്? യു ആർ സെലക്റ്റഡ് ഫോർ ദിസ് പോസ്റ്റ്, യു ക്യാൻ ജോയിൻ ദിസ് പോസ്റ്റ്, യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ്, യു ആർ വെയിറ്റ് ലിസ്റ്റഡ് ഫോർ ദിസ് പോസ്റ്റ്. താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് സമാനമായ വാക്യം ഉത്തരം ഓപ്ഷൻ സി ആണ്, യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ്. ഡു യു ഗെറ്റ് മീ എന്നതിന് ഉചിതമായ മലയാള തർജ്ജമ. നിങ്ങൾക്കെന്നെ അറിയാമോ, നിങ്ങൾക്കെന്നെ മനസ്സിലാവുമോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ, നിങ്ങൾക്ക് മലയാളം അറിയുമോ. ഡു യു ഗെറ്റ് മീ എന്നതിൻ്റെ ഉചിതമായ മലയാളം തർജ്ജമ ഓപ്ഷൻ സി ആണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർപ്പം എന്നർത്ഥം വരാത്ത പദം. ഉത്തരം ഓപ്ഷൻ ബി, നാഗം. നാഗം, ഉരകം, പന്നകം ഒക്കെ സർപ്പം എന്നർത്ഥം വരുന്ന പദമാണ് നാഗം. ഓപ്ഷൻ ബി നാഗം ആണ് തെറ്റ്, അത് എഴുതിയതാണ് തെറ്റ്. ഓക്കെ. കോവിലൻ ആരുടെ തൂലികാ നാമമാണ്? പി സി ഗോപാലൻ, പി സി കുട്ടിക്കൃഷ്ണൻ, വി വി അയ്യപ്പൻ, എ അയ്യപ്പൻ. കോവിലൻ ആരുടെ തൂലികാ നാമമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വി വി അയ്യപ്പൻ. ഈ 98ാമത്തെ ചോദ്യം നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഈ അതിൽ തന്നതിൽ അതിൻ്റെ ഓപ്ഷനിൽ അതിൻ്റെ ഉത്തരമില്ല, അപ്പോൾ അതിൽ അവസാനം ഡിസ്കസ് ചെയ്യാം. പരീക്കുട്ടി താഴെ പറയുന്നവയിൽ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉമ്മാച്ചു, അറബിപ്പൊന്ന്, ചെമ്മീൻ, ബാല്യകാല സഖി. ഉത്തരം ഓപ്ഷൻ സി, ചെമ്മീൻ. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രമാണ് പരീക്കുട്ടി. അടിമത്തം ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അടിമത്തം. അടിമത്തം എന്നല്ല എഴുതുക, അടിമത്തം. മത്തം എന്നാണ് എഴുതുക. അടിമത്തം തെറ്റാണ്. ഓക്കെ. എം ഡി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. നമ്മൾ സ്കിപ്പ് ചെയ്ത ചോദ്യമാണ് 98ാമത്തെ ചോദ്യം. കുട്ടിയടത്തി, നിർമ്മാലം, ഇരുട്ടിൻ്റെ ആത്മാവ്, ബാല്യകാല സഖി. ഈ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഇത് 4 അല്ല. ഉത്തരം വരുന്നത് രണ്ടാമൂഴം. രണ്ടാമൂഴത്തിനാണ് എം ഡി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിച്ചത്. വർഷം 1985.